അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് കൈത്തരി പെറുക്കാൻ വേണ്ടി പുതിയൊരു സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ഇവിടുത്തെ കാലാവസ്ഥയും ഫിഷ് ആക്ടിവിറ്റിയൊക്കെ വെച്ച് നോക്കുമ്പോൾ സബിക്ക് ഫിഷിംഗ് ആണ് ബെസ്റ്റ് എന്ന് തോന്നി. അങ്ങനെ നമ്മൾ സബിക്കാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. നോക്കാം. കുറച്ച് ദൂരെയായിട്ട് ഇങ്ങനെ വറ്റക്കുട്ടന്മാർ മറിയുന്നുണ്ട്. ചെറിയ വറ്റക്കുട്ടന്മാരുടെ ആക്ടിവിറ്റി കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ സബിക്കാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സബിക്കി എന്ന് പറയുമ്പോൾ ഒരു നൂലിൻ്റെ അറ്റത്ത് തന്നെ ഏകദേശം 8 മുതൽ 10 ചൂണ്ട വരെ നമ്മൾ പല നിറത്തിലുള്ള മിനുക്കുകൾ യൂസ് ചെയ്തിട്ട് കെട്ടിയെടുത്തിട്ട് അതിൻ്റെ എൻഡിലായിട്ട് ഈ കാണുന്ന പോലെ ഒരു ഈയക്കട്ട വെയിറ്റിന് വേണ്ടി കെട്ടിയിടും. എന്നിട്ട് അതാണ് നമ്മൾ ലോങ് കാസ്റ്റ് ചെയ്ത് ഇടുന്നത്. ലോങ് കാസ്റ്റ് ചെയ്തിട്ട് റിട്രീവ് ചെയ്യുന്ന ടൈമിലായിരിക്കും നമുക്ക് ഈ വറ്റക്കുട്ടന്മാർ കുഞ്ഞ് മീൻ വരുന്ന കണക്ക് ഈ മിനുക്ക് വരും. അപ്പോൾ അതിനെ അറ്റാക്ക് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ സബിക്ക് ഉപയോഗിച്ചിട്ട് വറ്റക്കുട്ടന്മാരെ പിടിക്കുന്നത്. നമുക്കിപ്പം നോക്കാം, കിട്ടുമ്പോൾ അറിയാം. കാസ്റ്റ് ചെയ്തിട്ട് അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ നമ്മൾ റിട്രീവ് ചെയ്യണം. എങ്കിലേ നമുക്ക് ആക്ഷൻ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. പൊടി മീൻ വെള്ളത്തിൽ കൂടെ ഫാസ്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ വരണം. ആ ടൈമിൽ വറ്റക്കുട്ടന്മാർ അറ്റാക്ക് ചെയ്യും. നല്ല ഫാസ്റ്റായിട്ട് തന്നെ വലിക്കണം. അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് കിട്ടും. കിട്ടി സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. നോക്കാം, നമുക്ക് എന്താ അടിച്ചതെന്ന് അറിയാൻ പാടില്ല. അടുത്ത് നിന്ന് ചേട്ടന് കണമ്പും കയറിയിട്ടുണ്ട്, വറ്റക്കുട്ടിയും കയറിയിട്ടുണ്ട്. അപ്പോൾ ഏതാന്ന് പിടുത്തമില്ല, നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴേ അറിയാം. ഫൈറ്റൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല ഫൈറ്റ് വരുന്നുണ്ട്. ഇത് ഒന്ന് കിട്ടിയതിൻ്റെ പുറകെ വേറെ ചാടി പിടിച്ചു എന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം എത്ര എണ്ണം ഉണ്ടെന്ന്. കയറി വാ. നമുക്ക് ഒന്നല്ല 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്ക് 3 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ചൂണ്ടയിൽ തന്നെ നമുക്ക് 3 മീൻ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഷംനാഥാണ് അടുത്ത് നിൽക്കുന്നത്. പുള്ളിക്കാരൻ്റെ ഒരു ഫംഗ്ഷന് പോയിട്ട് വന്നതാണ്. നമ്മൾ സഞ്ചിയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഉള്ളതാവട്ടെ. പിന്നെ ആ ചാക്കം കിടക്ക്, ആരോ ഇട്ട് കടലിൽ നിന്ന് വലിച്ച് കരക്കിട്ട ചാക്ക കിടക്കുന്നത്. ഇനിയിപ്പോൾ അതാണെങ്കിൽ അത് ഓക്കെ. അത്യാവശ്യം നല്ല സൈസുള്ള ഒറ്റക്കുട്ടന്മാരാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, മിനുക്ക് ഉപയോഗിച്ച് ഇങ്ങനെ മീൻ പിടിക്കാം. കണ്ടോ, അറിഞ്ഞൂടാത്ത കൂട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ടാണേ. ഒരു ചൂണ്ടയിൽ നമ്മൾ 3 വറ്റക്കുട്ടന്മാരെ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചാക്ക് നിറച്ച് പിടിച്ചോണ്ട് പോവാം നമുക്ക്. ഇളവി വാ. ഇവന്മാരുടെ മുള്ള് കയ്യിൽ കൊള്ളാതെ നോക്കണം. എനിക്ക് ഒത്തിരി പണിയിട്ടിട്ടുണ്ട്. പണിയിട്ടിയത് ഇവന്മാരുടെ മുള്ള് കയറുന്നതാണ്. പിന്നെ 2-3 ദിവസം കൈ അനക്കാൻ പറ്റത്തില്ല. ആരുടെ ചാക്കാണെന്ന് ചോദിച്ചുതരാം. ചാക്കിൽ ഉടക്കിയിരിക്കുന്നുണ്ടല്ലോ. ഇളവി വാ, ഒറ്റക്കുട്ട മാറുന്നതിന് മുമ്പ് കയറട്ടെ. അപ്പം നമ്മൾ വീണ്ടും കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തോ കാര്യമായിട്ട് തടഞ്ഞിട്ടുണ്ട്. വെയിറ്റ് തോന്നുന്നുണ്ട് സ്റ്റിക്കിൽ, പക്ഷെ മീനായിട്ട് തോന്നുന്നില്ല. എന്തോ ചവറ് കയറിയത്. കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് കേരളം കണി കണ്ടുകൊണ്ടിരുന്ന നന്മ. മിൽമ പാലിൻ്റെ കവറാണ് കയറി വന്നേക്കുന്നത്. കടൽ വൃത്തിയാക്കാനുള്ള ശുചീകരണ യജ്ഞം ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മൾ രണ്ടുപേരും കൂടെ. ഷംനാഥ് കുറച്ച് നേരത്തെ ചവറ് ചാക്കൊക്കെ വലിച്ച് കയറ്റി. ഞാനും നേരത്തെ കുറേ കവറും ചാക്കൊക്കെ വലിച്ച് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒന്നും വീഡിയോ ഇടുന്നില്ല. മാക്സിമം എല്ലാവരും വേസ്റ്റ് അവരവരുടെ വീട്ടിൽ തന്നെ സംസ്കരിക്കാൻ നോക്കണം. ഇത് എല്ലാം ഇതെല്ലാം വലിച്ചു വാരി എറിഞ്ഞിട്ട് മൊത്തം വേസ്റ്റും കടലിൽ നിന്ന് കരയിൽ തന്നെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ അടുത്ത് നിന്ന് കാസ്റ്റ് ചെയ്ത ചേട്ടൻ അടിച്ചിട്ടുണ്ട്. ഒരു ചൂണ്ടയിൽ തന്നെ 5 മീൻ അടിച്ചിട്ടുണ്ട്. 5 എണ്ണം ഒറ്റ ചൂണ്ടയിൽ 5 മീൻ അടിച്ചിട്ടുണ്ട്. അടിപൊളി ഘോഷയാത്ര. മീനിൻ്റെ സെയിം ടൈമിൽ അതാ ഷംനാഥ് ബ്രോയ്ക്ക് 2 എണ്ണം അടിച്ചിട്ടുണ്ട്. 2 മീൻ അടിച്ചിട്ടുണ്ട്. ഒന്ന് കല്ലിൽ ഉടക്കി പോയിട്ടുണ്ട്. സംഭവം ചൂണ്ടയിൽ അടിച്ചേക്കുന്ന മീൻ ഏതാണെന്ന് കണ്ടോ നിങ്ങൾ? ചൂണ്ടയിലൊന്നും അങ്ങനെ ഇങ്ങനെ കയറാത്ത ഒരു സാധനമാണിത്. നമ്മളെ കണമ്പ് കുട്ടനാണ്. ആദ്യമായിട്ടാണ് ചൂണ്ടയിൽ കണമ്പ് കയറുന്നത് കാണുന്നത് ഞാൻ. പുള്ളിക്ക് ആദ്യമായിട്ടാണ് കണമ്പ് കിട്ടുന്നത്, അതും സബിക്കിയിൽ. റോഡ് റീലും അങ്ങനെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. പുതിയ റോഡ് റീലുമാണ്. സംഭവം നല്ല വഴിക്കലുള്ളതാണ്. അതാ പോയി പിടിച്ചിട്ട്. അത് ചാക്കിനകത്ത് നമ്മൾ ആക്കിയിട്ടുണ്ട് സേഫായിട്ട്. എന്തായാലും കൊള്ളാം. ആദ്യമായിട്ട് അങ്ങനെ ചൂണ്ടയിൽ കണമ്പും പിടിച്ചിരിക്കുകയാണ് നമ്മൾ.
അപ്പം നമുക്ക് വീണ്ടും സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്, സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്, സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. ഹെവി സ്ട്രൈക്കാണ്, ഹെവി സ്ട്രൈക്കാണ്. നമുക്ക് നോക്കാം എന്താണെന്ന്. ഒറ്റക്കുട്ടന്മാർ ആക്രമണത്തിൽ വന്ന് പിടിച്ചിട്ടുണ്ട് വീണ്ടും. ഓക്കെ, ഒന്നല്ല രണ്ടെണ്ണം കയറിയിട്ടുണ്ട്, 2 പേരെ കിട്ടിയിട്ടുണ്ട് ഇത്തവണ. എന്നാലും നേരത്തെ കിട്ടിയതിൻ്റെ അത്ര ഒന്നും സൈസില്ല. ഒരെണ്ണം ഇച്ചിരി വലുതും വേറൊന്നും തീരെ കുഞ്ഞുമാണ്. നമ്മൾ കുഞ്ഞിനെ എന്തായാലും ഒഴിവാക്കാൻ പോകുന്നില്ല, റിലീസ് ചെയ്യുന്നില്ല. സാധാരണ റിലീസ് ചെയ്യാറ് പതിവ്. ഇപ്പോൾ ഫ്രഷ് മീൻ കിട്ടൽ കുറവാണ്, അതുകൊണ്ട് നമ്മൾ എന്തായാലും കുഞ്ഞിനെ റിലീസ് ചെയ്യുന്നില്ല, കൊണ്ടുപോയി കറിക്ക് വർക്ക് ചെയ്യുള്ളൂ. അടുത്ത് വീണ്ടും നമുക്ക് ആരോ കടലിൽ നിന്ന് എടുത്തിട്ട ചാക്ക വീണ്ടും കിട്ടിയിട്ടുള്ളത്. നമുക്ക് ആ ചാക്ക് യൂസ് ചെയ്യാം. ഇതിന് മാത്രം ഇത്രയും ചാക്ക് കടലിൽ എവിടെ നിന്നും ഒരു പിടുത്തമില്ല കേട്ടോ. കണ്ടോ എന്തുമാത്രം വേസ്റ്റ് കിടക്കുന്നത് കണ്ടോ. ഓക്കെ, നമുക്ക് ഇവനെയും കൂടെ ഇളക്കി അതിനകത്തിടാം. ഇവന് ഇച്ചിരി കുഞ്ഞനാണ്, എന്നാലും നമ്മൾ ഒഴിവാക്കുന്നില്ല, കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, പക്ഷെ അതിനുശേഷം നമ്മൾ ഒത്തിരി കാസ്റ്റ് ചെയ്തെങ്കിലും നമുക്ക് സ്ട്രൈക്കൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. മീന് ഒറ്റക്കൂട്ടങ്ങളെല്ലാം അകത്തേക്ക് മാറിയെന്ന് തോന്നുന്നു, കടലിനുള്ളിലോട്ട് പോയെന്ന് തോന്നുന്നു. അതിന് ശേഷം കിട്ടുന്നതെല്ലാം നമുക്ക് കടലിൽ നിന്ന് ഒത്തിരി വേസ്റ്റാണ് കിട്ടുന്നത്. പ്ലാസ്റ്റിക് കവറ്, ചാക്ക്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളാണ് കിട്ടുന്നത് ഇതുപോലെ. എന്തായാലും ഇന്നത്തെ ശുചീകരണ യജ്ഞം ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പരിപാടി മതിയാക്കി പോകാൻ പോവുകയാണ്. ഏകദേശം സന്ധ്യ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമുക്കിന്ന് എത്ര മീൻ കിട്ടിയിട്ടൊന്ന് നോക്കാം. അപ്പം നമുക്ക് ഇന്ന് കിട്ടിയ മീനുകൾ ഇത്രയാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.